നീ കൊണ്ടിടാ കഴിവിടാങ്ങോട്ട് കഴിവിടാങ്ങോട്ട് നീ ഇതുവരെ ഉറക്കമൊന്നും എണ്ണീട്ടില്ലേ? പിന്നെ സാറ് വരുമ്പോ നല്ല സന്തോഷത്തോടെ നിൽക്കണം. നിങ്ങക്ക് നാണമില്ലേ? എന്തിന്? നിങ്ങളെക്കായി പ്രായമുള്ള ഒരാളെ കൊണ്ട് മോളെ കെട്ടിക്കാൻ. എടി അയ്യാക്ക് എന്താ കുഴപ്പം? ഇപ്പൊ SI ആണ്, നാളെ DGP വരെ ആകേണ്ട ആളാണ്. അല്പം പ്രായം, അതിപ്പോ ആര് നോക്കാനാ? പ്രായം കൂടിയത് മാത്രോ? അയാള് 2-3 കെട്ടിയതല്ലേ? നീ 2 കെട്ടിയതല്ലേ? നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഞാൻ നിന്നെ കെട്ടിയത്, നിന്റെ ഭർത്താവ് ഉണ്ടാക്കിയ മുതൽ കണ്ടിട്ട് തന്നെ. പിന്നതാ ഇവളെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഇവളെ ആര് കെട്ടാൻ? വേണ്ട, ആരും കെട്ടണ്ട. അവക്കൊരു ജോലി ഉണ്ടല്ലോ, അവൾ അതുകൊണ്ട് ജീവിച്ചോളും. എന്നാ ഇന്ന് മുതൽ അവള് ജോലിക്ക് പോകുന്നില്ല. പിന്നെ നിന്റെ മോൻ പഠിക്കാനും പോകുന്നില്ല. എന്തു പറ്റിയടാ? സാറോ? വാ സാറേ. എന്താണോ ഒരു കൂടിയാലോചന? സാറേ, ഇവളീ പറയുന്നതെന്ന് വെച്ചാല് ലളിതമായ ചടങ്ങ് മതി എന്നാ പറഞ്ഞ, വലിയ ആർഭാടം വേണ്ടെന്ന്. ഓ മതി, അത് മതി, അതാ എനിക്കും ഇഷ്ടം. പക്ഷെ 2-3 ദിവസം വേണം. എന്താ സാറേ? അടുത്ത ആഴ്ച എനിക്ക് ട്രാൻസ്ഫർ. അയ്യോ, കാര്യങ്ങൾ സ്പീഡാക്കണം. ഓക്കെ, ചെയ്യാം സാറേ, കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാം. സാറ് പേടിക്കണ്ട സാറേ. പിന്നെ ഓക്കെ അല്ലേ സാറ്? വാ സാറേ ഇങ്ങോട്ട്. മറ്റേ കാര്യം പിന്നെ ഈ പാർട്ടി വരുവോ? ഏയ്, നമ്മളവിടെ കൊണ്ട് എത്തിക്കണം. സാറേ, ഈ ക്യാഷിന്റെ കാര്യം എങ്ങനെ? പെൺകുട്ടിയെ കൈമാറുന്നു, സ്പോട്ടിൽ ക്യാഷ്. അതെ, ഓക്കെ ആണല്ലോ, പക്ക. ശരി, കാണാം. ഓക്കെ, നിങ്ങളെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. എല്ലാം നടക്കും, ഞാൻ നടത്തും. ഇല്ലെങ്കിൽ 3 എണ്ണത്തിനെ ഞാൻ തീർക്കും. എന്റെ മക്കളെ ജീവിതം വെച്ച് കളിച്ചാൽ നിങ്ങളെ ഞാനായിരിക്കും തീർക്കുന്നത്. നീ അത്രയ്ക്കാടി. അയ്യോ, എന്റെ മുടി വിട്. മമ്മി, അയ്യോ, മുടി വിട്. നീയൊക്കെ പുറലോ കാണണമെങ്കിലേ ഇനി ഞാൻ തീരുമാനിക്കണം.
ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. ദയവായി ഞങ്ങളെ രക്ഷിക്കണം. നിഷേധിക്കപ്പെട്ട ഞങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. വെളിയിടാ നീ. ഇന്ന് മുതൽ അവള് ജോലിക്ക് പോകുന്നില്ല. പെൺകുട്ടിയെ കൈമാറുന്നു, സ്പോട്ടിൽ ക്യാഷ്. അതെ, ഓക്കെ ആണല്ലോ. പക്ക. നീ അത്രയ്ക്കാടി കേറിയ കൊടു പുറലോ കാണണമെന്നേ